ചെറുപ്പം മുതൽ സിനിമ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ പ്രകൃതിയോ പ്രപഞ്ചമോ ദൈവമോ എന്നെ സിനിമയുടെ ആ വൃത്തത്തിൽ കൊണ്ട് നിർത്തി. അതിലുപരിയായിട്ട് നമ്മൾ 26ാമത്തെ സിനിമയായിരുന്നു കിഷ്കിന്ധാകാന്ഡം. അത് ഈ 26 സിനിമയിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ആത്മാർത്ഥമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 100% സക്സസ് ഉള്ള കേരളത്തിലെ ഏക കമ്പനി ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സ് ആണ്. അത് എൻ്റെ കഴിവല്ല, മറിച്ച് ദൈവഹിതമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സിനിമ എന്നെ കുറിച്ച് ദീപ ഇവിടെ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായി വിശ്വസിക്കുന്നത് സിനിമ പ്രൊഡ്യൂസറുടെ അനുഭവയോഗമാണ്. നമ്മൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകാൻ ദൈവഹിതമുണ്ടെങ്കിൽ ലാഭമുണ്ടാകും എന്നുള്ളതാണ് ഞാൻ പഠിച്ചിരിക്കുന്ന പാഠം. പിന്നെ സിനിമ നിർമ്മിക്കുമ്പോൾ നമ്മൾ വളരെ ലാഘവത്തോടെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്താൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ പൈസ പോകും, 100% പോകും. കാരണം കൂടുതൽ ധാരാളിത്തമുള്ള ഒരു മേഖലയാണ് സിനിമ. നമ്മളൊന്ന് കണ്ണ് അടച്ചാൽ നമ്മളെ കുത്തിപ്പറിച്ചുകൊണ്ട് പോകുന്ന ഒരു ഏരിയ തന്നെയാണ്. നമുക്ക് സൂചിപ്പിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിൽ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ലോകത്തിൽ ഹിറ്റ് അടിച്ചാൽ നമ്മൾ മുടക്കുന്നതിൻ്റെ വലിയ ഇരട്ടി ലാഭം തരുന്ന ഒരു സിനിമ, ഒരു ബിസിനസ് ഫോമാണ് സിനിമ. അതുകൊണ്ട് തന്നെയാണ് സിനിമയിലേക്ക് മറ്റുള്ളവർ പെട്ടെന്ന് ആകൃഷ്ടരാകുന്നതിൻ്റെ ഒരു കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തത് ഇതിൻ്റെ ഒരു ഫെയിമുണ്ട്. ഇപ്പോൾ ഈ നിങ്ങൾ ചുരുക്കം ചിലർക്ക് ഇവർ പറഞ്ഞപ്പോഴെങ്കിലും ഇങ്ങനെ ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ പടങ്ങൾ ചെയ്തു എന്നൊക്കെ അറിയാമെങ്കിലും I am doing much better business in some other countries, but people doesn't know that. But once I am back in this country, ഈ രാജ്യത്ത് വന്നു കഴിയുമ്പോഴത്തേന് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞ ലേബലിലൂടെ ചിലപ്പോൾ എന്നെ ആളുകൾ കൂടുതൽ തിരിച്ചറിയുന്നത് സിനിമയുടെ ഒരു മാസ്മരികത കൊണ്ടാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഇപ്പോഴും തന്നെ സിനിമയുടെ ഇപ്പോഴത്തെ അവിടെ പ്രയാഗയ്ക്ക് ഇരിപ്പുണ്ട്. പ്രയാഗ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും പ്രയാഗിനെ ഏറെ കണ്ടിട്ട് ആളുകൾ നോക്കുന്നത് പ്രയാഗ സിനിമ നടിയായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അപ്പുറത്ത് വേറെ കുട്ടി ഇരിപ്പുണ്ട്, ആ കുട്ടീനെ നോക്കിയില്ലല്ലോ, ഞാൻ പ്രയാഗിനെ വന്നിരുന്നപ്പോൾ നോക്കി. അത് ആ ഓരോ സൃഷ്ടിക്കുന്നത് സിനിമയുടെ ഒരു മാന്ത്രികതയാണ്. അപ്പം അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, സിനിമ നല്ലതാണ്, നല്ല ചള്ളൊന്നുമല്ല. സിനിമയ്ക്ക് ഇപ്പോൾ സിനിമ കടന്നു പോകുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ്. അതിൻ്റെ കാരണം ഒന്ന്, ഇതിൻ്റെ പ്രീ ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പോൾ 0 പണ്ട് സിനിമ നിർമ്മിക്കുമ്പോൾ നമുക്കൊരു ബിഫോർ റിലീസ് അവിടെ ഒരു ബിസിനസ് ഉണ്ട്. അതായത് നമുക്ക് സാറ്റലൈറ്റ് വിൽക്കാം, ഡിജിറ്റൽ വിൽക്കാം, ദെൻ ഓഡിയോ ഇസ് ദെയർ, ദെൻ ഓവർസീസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, കച്ചവടങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം കച്ചവടങ്ങളും ഡിപ്പെൻഡ്സ് ഓൺ ദ തിയേറ്റർ. നിങ്ങൾ തിയേറ്ററിൽ ആ സിനിമ സക്സസ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നടക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു ആസ്പെക്ട്സിൽ നമ്മൾ നോക്കുമ്പോൾ 100% ഇപ്പോൾ സിനിമ പണ്ടത്തേക്കാൾ കൂടുതൽ റിസ്ക് ഉള്ള ഒരു ബിസിനസ്സാണ്. സോ വാട്ട് യു മീൻ ബൈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനൊരു ആൻസർ പറയാൻ പറ്റുമോ? ഈ റിസ്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഡു യു എനിവൺ ഹാവ് എൻ ആൻസർ? വാട്ട് യു മീൻ ബൈ പ്രോഫിറ്റ്? എന്താണ് ലാഭം പറയാമോ ആർക്കെങ്കിലും? കോർപ്പറേറ്റ് സൈഡിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ മുടക്കുന്നതിന്റെ 8 times നമുക്ക് വരവുണ്ടാവണമെങ്കിൽ പ്രോഫിറ്റ് ആയിട്ടാണ്. അതെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. കോർപ്പറേറ്റ് ലെവലിൽ നോക്കുമ്പോൾ ലാഭം എന്ന് പറയുന്നത് നിങ്ങൾ മുടക്കുന്ന മുതലിനേക്കാൾ കൂടുതൽ കിട്ടും. എന്നാൽ അതല്ല യഥാർത്ഥ ലാഭം എന്ന് പറയുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പഠിക്കാൻ പോയപ്പോൾ ഞാൻ നേരിട്ട് മനസ്സിൽ എനിക്ക് അയാൾ എന്നെ പഠിപ്പിച്ചത് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ അപ്പൻ എന്നെ ലണ്ടനിൽ വിട്ടപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് യെസ് പ്ലീസ് സോറി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് അന്ന് ഈ ഇംഗ്ലീഷ് ഈ പ്രയാഗയൊക്കെ പറയുന്ന പോലെ ആക്സെൻ്റ് ഒന്നും എനിക്ക് അന്നുമില്ല ഇന്നുമില്ല. അപ്പം അന്ന് എൻ്റെ അധ്യാപകൻ എഴുതി വെച്ചു വാട്ട് യു മീൻ ബൈ പ്രോഫിറ്റ്. അയാൾ മേലോട്ടാണ് എഴുതിയത്, പ്രോഫിറ്റ് ആ മുകളിലിട്ടിട്ട് ആരോ ഇട്ട് വെച്ചു. അപ്പം ഇതുപോലെ ഒത്തിരി പേരിട്ടുണ്ടായിരുന്നു. വേറെ ഒത്തിരി രാജ്യങ്ങളിൽ നിന്നുള്ള ഒത്തിരി സുന്ദരന്മാർ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇവരെന്തൊക്കെയോ ഈ അധ്യാപകനോട് പറയുന്നുണ്ട്. എനിക്കിതൊന്നും മനസ്സിലായില്ല. പ്രത്യേകിച്ച് ചൈനക്കാർ പെണ്ണുങ്ങളൊക്കെ വാ പറഞ്ഞാൽ എന്നാ വരുന്നത് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ അതിനുശേഷം ആ സാറ് മിസ്റ്റർ കോളിൻ പിയേഴ്സൺ ഈസ് കറൻ്റ്ലി വർക്കിംഗ് വിത്ത് മീ ആസ് മൈ ഫിനാൻസ് കൺട്രോളർ ബാക്ക് ഇൻ ലണ്ടൻ. അദ്ദേഹം എഴുതി വെച്ചു
the reward of risk is equal to profit. മനസ്സിലായോ പെങ്ങളെ? എക്സ്ക്യൂസ് മീ, കേട്ടായോ? The reward of risk is equal to profit. എത്രത്തോളം റിസ്ക് നിങ്ങൾ എടുക്കുന്നോ അത്രത്തോളം പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. അത് കിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എടാ അപ്പോൾ റിസ്ക് എടുക്കാം. അങ്ങനെയാണ് നമ്മൾ ഈ സിനിമ എടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. സിനിമയുടെ റിസ്ക് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പഴയ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പം സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ ആ റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, വീട്ടിൽ അത്താഴം മുടങ്ങി ഏലാൻ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കിരിക്കുന്ന എല്ലാവർക്കും റിസ്ക് എടുക്കാം. അത്താഴം മുടങ്ങിയാൽ നിങ്ങൾ റിസ്ക് എടുക്കരുത്, കാരണം ബുദ്ധിമുട്ടാണ്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ട് ചോദിക്കുക, അതനുസരിച്ച് ഞാനൊരു അധ്യാപകനൊന്നും അല്ലല്ലോ. മൈക്ക് കൊടുക്കും, മൈക്ക് കൊടുക്കും. सॉरी, आप आपके बैंगलोर से? Yes. आपका नाम क्या है? Amit जी, what age? Okay. Because everyone. Sorry? I don't understand. You don't understand. Okay, when they are going to ask question, I will try in both way. I'm not good in English, Thank you, sir. but I try my level best to. You're very good, I'm sir. satisfied. ഞാൻ 5.5 മണിക്കൂർ വന്നു, എനിക്ക് എനിക്ക് വീട്ടിൽ ചെന്ന് തുടങ്ങിയാൽ ഉറക്കം വരൂ. എല്ലാവർക്കും അങ്ങനെ തന്നെ, വീട്ടിൽ ചെന്നാലേ ഉറക്കം വരുള്ളൂ. പിന്നെ ഇവിടെ നമ്മളിപ്പോ ഇതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ. അപ്പൊ എന്തായാലും ചേട്ടൻ വന്നല്ലേ, ചേട്ടൻ്റെ അടുത്ത് ഒന്ന് 2 കാര്യം ചോദിക്കാൻ വേണ്ടി. അതായത് എനിക്ക് ചേട്ടനെ കുറിച്ച് ഒരു റീമാർക്ക് ആദ്യം ചോദിക്കുക. ചോദിച്ചിട്ട് അപ്പൊ ചേട്ടനെ ഇപ്പൊ നേരിട്ട് ഇരിക്കുന്നോണ്ട് കുഴപ്പമില്ല, അത് ചോദിച്ചു കഴിഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. നമ്മളിപ്പം മമ്മൂട്ടിനെയും മോഹൻലാലിനെയും ഒക്കെ വെച്ച് സിനിമ എടുക്കുന്നു. അപ്പൊ ചേട്ടൻ എടുക്കുന്ന സമയം ഒരാൾ ചേട്ടൻ്റെ അടുത്ത് വന്ന് എന്നെയും കൂടെ ആ പടത്തിലേക്ക് അഭിനയിക്കാമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ചേട്ടൻ പറയാണ്, ഡയറക്ടർ പറയട്ടെ, അങ്ങനെ പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചേട്ടൻ തന്നെ അതിനൊരു വില ഇടുക. നീ ഒരു 10 ലക്ഷമോ 5 ലക്ഷം തന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് ഇവിടെ എനിക്ക് റീമാർക്ക് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിൽ ഒരാളോടും ഒരു 100 രൂപ മേടിച്ചിട്ട്, നിങ്ങൾ ദയവായി ഞങ്ങളുടെ സിനിമകളുടെ പോസ്റ്ററുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞങ്ങൾ ഒരാളോട് 100 രൂപ മേടിച്ച് ഇന്നവരെ അഭിനയിപ്പിച്ചിട്ടില്ല, അഭിനയിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ ഇല്ല. ഇല്ല. ഓക്കെ, അത് നമ്മൾ ചോദിക്കണം. അല്ല, അത് യു ഹാവ് എ ഫ്രീഡം ടു ആസ്ക്, പ്ലീസ്. അല്ലല്ല, അത് റീമാർക്ക് തന്നെയാണ്. എന്തെന്നറിയാം, നമ്മളെ വീട്ടിൽ ഒരാള് വരുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ തേടി വരുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ഗുഡ് വിൽ ഉള്ളത് കൊണ്ടാണല്ലോ അവർ വരുന്നത്. ഇപ്പൊ ചേട്ടൻ ഒരു സിനിമ എടുക്കുമ്പോഴത്തേക്കും ചേട്ടനെ കുറിച്ച് നല്ലൊരു ആശയം മനുഷ്യർക്കുണ്ടാവും. അപ്പൊ ഈ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ പലരിടത്തും അന്വേഷിച്ച് പോവുകയാണല്ലോ, അപ്പം ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊരു ചാൻസ് കിട്ടിയേക്കാം എന്ന് വിചാരിച്ചായിരിക്കും അദ്ദേഹം വരുന്നത്. അപ്പൊ ആ വരുന്ന വ്യക്തിയുടെ അടുത്ത്, ആ വ്യക്തിക്ക് ചിലപ്പോൾ പൈസയും കാണാമായിരിക്കാം. അപ്പൊ ആ വ്യക്തിയുടെ അടുത്ത് ചേട്ടൻ പറയുവാണ്, നീ എനിക്കൊരു 10 ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതില് മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കുന്ന റോള് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞ് ചിലപ്പോൾ അങ്ങനെ മേടിച്ചിട്ടുണ്ടോ? ഇല്ല, ഇന്ന് വരെ ഞങ്ങൾ മേടിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ചേട്ടനിപ്പം ആദ്യകാലത്ത് സിനിമയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചതില് ഒരാളെ 10 ലക്ഷം മേടിച്ചു, വേറെ ഒരാളെ 5 ലക്ഷം മേടിച്ചു, ഇങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ട്. ഞാൻ ഏറ്റുമാനൂരുകാരനാണ്, അയാളും ലണ്ടനിലാണ്. ഇപ്പം നമ്മൾ ഇതുവരെ അങ്ങനെ ഒരാളോടും 1 രൂപയും മേടിച്ചിട്ടില്ല. ഓക്കെ, അതൊന്ന് അവിടെ പോട്ടെ. ഇനി റീമാർക്കില്ല കേട്ടോ, ഇനി അല്ലല്ല, ഇനി ബിസിനസ്സിലേക്കാണ്. അതിലേക്ക് അതിനൊരു ക്ലോസ്